നമ്മുടെ വൺ പീസിലെ ഇന്നേ വരെ റിവീൽ ആക്കാത്ത 5 മിസ്റ്റീരിയസ് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമേ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 5 ആണ് നമ്മുടെ ലൂഫിയുടെ അമ്മ ആരാണെന്നുള്ള കാര്യം ഇപ്പോഴും നമ്മുടെ വൺ പീസിൽ റിവീൽ ആകില്ല. അതിപ്പോൾ ഒരു മിസ്റ്റീരിയസ് ആയി നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്പർ 4 ആണ് നമ്മുടെ ഇമുസമ്മയുടെ ഫേസ് റിവീൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇമുസമ്മയുടെ ഫേസ് ഇതുവരെ റിവീൽ ആകില്ല. അതായത് ഇപ്പോൾ നമ്മുടെ ഇമുസമ്മയെ ഷേഡോ രൂപത്തിലാണ് കാണിക്കുന്നത്. നമ്മുടെ ലോക്കയും അതുപോലെ തന്നെ നമ്മുടെ കെയ്തുമൊക്കെ ആദ്യം ഒരു ഷേഡോ രൂപത്തിൽ കാണിച്ച സമയത്ത് പിന്നീട് അവരുടെ രൂപം കാണിക്കുക, അതായത് അവരുടെ ഫേസ് റിവീൽ ചെയ്ത സമയത്ത് അവരുടെ രൂപം തന്നെ മാറിയ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇമുസമ്മയുടെ ഫേസ് റിവീലും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്പർ 3 ആണ് എന്തിനാണ് നമ്മുടെ റോക്സ്റ്റി സെബേക്കിനെ ഗാർപ്പും റോജറും ചേർന്ന് ഡിഫീറ്റ് ആക്കി എന്നുള്ളതാണ്. നമ്മുടെ മാങ്ക വയ്ക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം ഇങ്ങനെയുള്ള ക്യാരക്ടറാണ് നമ്മുടെ റോക്സ്റ്റി സെബേക്ക് എന്നുള്ളത്. അതുകൊണ്ട് എന്ത് കാരണം കൊണ്ടാണ് റോക്സ്റ്റി സെബേക്കിനെ ഡിഫീറ്റ് ആക്കി എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയി നിൽക്കുന്ന ഒരു സംഭവമാണ്. നമുക്കത് അടുത്തൊരു ചാപ്റ്ററിൽ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്പർ 2 ആണ് നമ്മുടെ ജോയ് ബോയ് ഫേസ് റിവീൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജോയ് ബോയുടെ ഫേസ് ഇതുവരെ വൺ പീസിൽ റിവീൽ ആക്കിയിട്ടില്ല. അതുപോലെ തന്നെ നമ്പർ 1 ആണ് എന്താണ് ലൂഫിയുടെ യഥാർത്ഥ ഡ്രീം. നമ്മുടെ വൺ പീസിൽ ഇതുവരെ റിവീൽ ആക്കാത്ത ഒരു മിസ്റ്റീരിയസ് ആയ ഒരു കാര്യമാണ് നമ്മുടെ ലൂഫിയുടെ ഡ്രീം എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോറേജിനോട് ലൂഫി പറയുന്ന സമയത്ത് ചില ആൾക്കാർ ഷോക്ക് ആകുന്നതും അതുപോലെ തന്നെ ചില ആൾക്കാർ സീരിയസ് ആയി എടുക്കുന്നതും ചില ആൾക്കാർ ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ റിവീൽ ആക്കാത്ത ഒരു മിസ്റ്റീരിയസ് ആയ സംഭവമാണ് ലൂഫിയുടെ ഡ്രീം എന്നുള്ളത്.